ഒരു പക്ക മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ് ഡയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 1 ഓഫർ ചെയ്തത്. കാരണം ആദ്യത്തെ 2 എപ്പിസോഡ്സ് എയർ ചെയ്തപ്പോൾ നെറ്റ്ഫ്ലിക്സിന് ഡയർ ഡബിൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സാധാരണ തോട്ട് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഈ 9 എപ്പിസോഡ്സിലേക്കും നമ്മൾ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ് ചെയ്യും, ഒരു കിഡിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയർ ഡെവിൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനേക്കാൾ കൂടുതൽ മാത്യു മർഡോക്ക് എന്ന് പറയുന്ന ആ ഒരു അറ്റോർണിയുടെ ലൈഫിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആൾ കടന്നു പോകുന്ന ഒരുപാട് ഒരു ഇമോഷണൽ ട്രോമാസ്, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ആൻഡ് ഈവൻ വിൽസൺ ഫിസ്കിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. നമ്മൾ എവിടെയാണോ ഒരു ടെറർ വില്ലനെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടത്, അതിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമോ എന്നുള്ള തോട്ടും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗ്രോത്ത് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ സ്പൈഡർമാൻ മൂവിയിൽ കിങ് പിൻ ഒരു മെയിൻ ക്യാരക്ടറായിട്ട്, ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനൊക്കെ എന്താ പറയുക, റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ സീസൺ 1 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അൺഎക്സ്പെക്ടഡ് ക്യാമിയോസ് ആൻഡ് ടേൺ ഓഫ് ഈവൻസ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു റൈറ്റിംഗ് ആണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം ഈവൻ ആ ഒരു ഓരോരോ സംഭവങ്ങളും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ നെക്സ്റ്റ് ആ ഒരു മെയിൻ കഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു എൻഡ് ക്ലിഫ് ഹാങ്കറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഒരു ഫിനാലെ എപ്പിസോഡിന് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. സോ ഒരിക്കലും മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക. ആ ഒരു പൊളിറ്റിക്സ് സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ആയാലും ശരി, എല്ലാം തന്നെ ആക്ഷൻ സീക്വൻസുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു സീരീസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. എന്തായാലും മസ്റ്റായിട്ട് കണ്ടു നോക്കുക. സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാത്തില്ലെങ്കിൽ മസ്റ്റായിട്ട്